നമസ്കാരം. ലൈവ് ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ അനുജ. എല്ലാ പ്രേക്ഷകർക്കും ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യ വാർത്ത മഴ വാർത്തയാണ്. കാലവർഷം, പെരുമഴ, ദുരിതം. കാലവർഷം കേരളത്തിലെത്തി. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 14 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യ തെക്കൻ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. സംസ്ഥാനത്ത് മഴ കനത്തതോടെ വിവിധ ജില്ലകളിൽ മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്യുകയാണ്. ചേർത്തലയിൽ വെള്ളക്കെട്ടിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു. ഇടത്തട്ടിൽ അശോകനാണ് മരിച്ചത്. ശക്തമായ മഴയിൽ കുട്ടനാട്ടിലെ കൈനകരിയിൽ മടവീഴ്ചയുണ്ടായി. കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ്, ചെങ്ങളം, ഇല്ലിക്കൽ മേഖലകളിൽ വെള്ളം കയറി. മേലച്ചിലാർ പലയിടങ്ങളിലും കരകവിഞ്ഞൊഴുകുകയാണ്. ഇന്നലെ പെയ്ത മഴയിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും വെള്ളക്കെട്ടുണ്ടായി. വെള്ളക്കെട്ടിൽ കൊച്ചി കോർപ്പറേഷൻ 2 മാസത്തിനകം നടപടി സ്വീകരിക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. മുന്നൊരുക്കങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന് സമ്മതിച്ച് കൊച്ചി മേയർ എം അനിൽകുമാർ രംഗത്തെത്തി. മഴ വാർത്തയുടെ വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദും ടോബി ജോൺസണും മനീഷ് മഹിപാലും തത്സമയം ചേരുന്നു. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്ക്. അലക്സ്, ഇപ്പോൾ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. അത് പ്രകാരമുള്ള ഓറഞ്ച് അലേർട്ട് അത് ഏതൊക്കെ ജില്ലകളിലാണ്? എല്ലാ ജില്ലകളിലും ശക്തമായ മഴ എന്നുള്ളതാണോ മുന്നറിയിപ്പ്? കാലവർഷം എത്തിയല്ലോ. അനുജ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കാലവർഷം കേരളത്തിൽ കണ്ണൂർ വരെ വ്യാപിച്ചതായാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ദക്ഷിണേന്ത്യയിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കാലവർഷം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പ്രധാനമായും സംസ്ഥാനത്ത് അടുത്ത 5 ദിവസവും പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തിങ്കളാഴ്ച വരെയും പരക്കെ വ്യാപകമായി ശക്തമായ മഴയുണ്ടാകുമെന്ന് പറയുന്നു. ഇന്ന് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 14 ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ മധ്യ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പാണ് ഓറഞ്ച് അലർട്ട്. ഈ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. അത് അതിശക്തമായി തന്നെ തുടരും അടുത്ത മണിക്കൂറുകളിലും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനങ്ങളിൽ ഒന്ന്. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള 12 ജില്ലകളിലും തിങ്കളാഴ്ച വരെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് ബാക്കി 11 ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മലയോര മേഖലയിൽ മഴ കനക്കുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേക ജാഗ്രത വേണം. അതുമാത്രമല്ല, മധ്യ കേരളത്തിൽ മഴ കനക്കുമെന്ന മുന്നറിയിപ്പുണ്ട്. ഇതിൽ പ്രധാനമായി അറബിക്കടലിൽ ഈ കാലവർഷ മേഘങ്ങൾ ഉണ്ട്. ആ കാലവർഷ മേഘങ്ങളിലേക്ക് പടിഞ്ഞാറൻ കാറ്റ് കൂടുതൽ ശക്തമാകുന്നതുകൊണ്ട് അത് കേരള തീരത്തും ഇടനാടുകളിലും കൂടുതൽ മഴയ്ക്കുള്ള സാധ്യത അതിനാൽ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും കാലാവസ്ഥാ വിദഗ്ധരും അറിയിക്കുന്നത്. കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശമായി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത്. അതുമാത്രമല്ല, കേരള തീരത്തും അതായത് തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കടലിൽ ശക്തമായ കാറ്റ്, മണിക്കൂറിൽ പരമാവധി 55 കിലോമീറ്റർ വരെ വേഗതയിലെ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും കടലിൽ സാധ്യതയുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികൾ കേരള തീരത്തു നിന്നും ലക്ഷദ്വീപ് തീരത്തു നിന്നും മത്സ്യബന്ധനത്തിന് പോകരുത് എന്നാണ് മുന്നറിയിപ്പ്. ഒപ്പം കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാലവർഷം പതിവിലും കൂടുതലായിരിക്കും, അതായത് സാധാരണയിലും അധികം മഴ ഇത്തവണ ലഭിക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. അനുജ, കാലവർഷം കേരളത്തിലെത്തിയിരിക്കുന്നു. 14 ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് എന്നതാണ്. ഇതാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ വിവരങ്ങൾ. അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി കോട്ടയത്തേക്കാണ് ടോബി ജോൺസൺ തത്സമയം. ടോബി, കോട്ടയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയുണ്ട്. മീനച്ചിലാർ പലയിടങ്ങളിലും കരകവിഞ്ഞു. കൃഷിനാശം, അതുപോലെ മറ്റ് നാശനഷ്ടങ്ങളൊക്കെ ജനങ്ങൾക്കുണ്ടാകുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്നത്തെ മഴയുടെ വിശദാംശങ്ങൾ കൂടി. അനുജ, മീനച്ചിലാർ കരകവിഞ്ഞത് തന്നെയാണ് വലിയൊരു ബുദ്ധിമുട്ടായി ഇപ്പോൾ നമുക്ക് കോട്ടയം ജില്ലയിൽ നിന്നും കോട്ടയത്തെ ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കാലവർഷം ശക്തമാകുന്നതിന് മുൻപ് തന്നെ കോട്ടയത്ത് മഴയുണ്ടായിരുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ഒരു ജില്ലയാണ്. ശക്തമായിട്ടുള്ള മഴ അന്ന് പെയ്തു. കൂടാതെ കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് ഉരുൾപൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കിഴക്കൻ മേഖലയിൽ, തീക്കോയി പോലെയുള്ള ഭാഗത്ത്, ഈരാറ്റുപേട്ട ഭാഗത്ത്. അതേ തുടർന്നാണ് മീനച്ചിലാറ്റിലേക്ക് ശക്തമായിട്ടുള്ള വെള്ളം വന്നു തുടങ്ങിയത്. ജലനിരപ്പ് പല സ്ഥലങ്ങളിലും ഉയർന്നിരുന്നു. പാലായിലും അയർക്കുന്നത്തും ഒക്കെയായിരുന്നു ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നതെങ്കിൽ അത് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക്, പടിഞ്ഞാറൻ മേഖലയിലേക്ക് ആ വെള്ളം ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. അതേ തുടർന്ന് നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. റോഡുകളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കാലവർഷം ശക്തമായി ഇനിയുള്ള മണിക്കൂറുകളിൽ വരുമെന്നുള്ള മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ ഒരു പ്രളയ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ്
തുടരുമെന്നുള്ള ഒരു എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകിപ്പോകാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്നുള്ള ഒരു അല്ലെങ്കിൽ അത് ആ ഒരു നടപടികൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അതിനുവേണ്ട ഒരു സാഹചര്യം ഒരുക്കണമെന്നുള്ളൊരു ആവശ്യമൊക്കെ ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇതിനോടകം തന്നെ 28ഓളം ക്യാമ്പുകൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 400-ലധികം ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് മഴയുടെ തോത് അല്പം കുറഞ്ഞിട്ടുണ്ട്. കോഴയിൽ മാത്രമാണ് 76 മില്ലിമീറ്റർ മഴ പെയ്തിട്ടുള്ളത്. അതിന് അല്ലാതെ മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ ശക്തമായിട്ടുള്ള ഒരു മഴയിലേക്ക് പോയിട്ടില്ല. പക്ഷേ രാവിലെ ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്തത് ഒഴിച്ചു നിർത്തിയാൽ ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥ അല്പം ആശ്വാസമുണ്ട് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ മഴ അതിശക്തമായി പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളുമൊക്കെ ജില്ലാ ഭരണകൂടം പിൻവലിച്ചിട്ടില്ല. അത് അതുപോലെ തന്നെ തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും മീനച്ചിലാറിന് തീരത്തുള്ളവർക്ക് കർശനമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട്. അതാണ് കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. കോട്ടയം ജില്ലയിൽ തൽക്കാലം മഴ തോർന്നിരിക്കുകയാണ്. കോഴയിൽ ഒഴികെ ബാക്കി ഒരിടത്തും മഴ ഇല്ല. അങ്ങിങ്ങ് ഒറ്റപ്പെട്ട മഴയുണ്ട്. എന്നാൽ പക്ഷേ ശക്തമായ മഴ നിലവിലുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മീനച്ചിലാർ പലയിടത്തും കരകവിഞ്ഞിട്ടുണ്ട്. ആറിന്റെ കരകളിലുള്ളവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ക്യാമ്പുകളുടെ വിശദാംശങ്ങളടക്കമാണ് ഇപ്പോൾ ടോബി ജോൺസൺ നൽകിയത്. ഇനി നമ്മൾ ആലപ്പുഴയിലേക്ക് പോകുന്നു. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ആലപ്പുഴയിൽ ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നഗരത്തിൽ ഉൾപ്പെടെ ഏത് തരത്തിലേക്കാണ് വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുള്ളത്, ജനങ്ങൾ ദുരിതത്തിലായത് എന്നതൊക്കെ കണ്ടതാണ്. ഇന്നത്തെ വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, കഴിഞ്ഞ ദിവസം അടക്കം ആലപ്പുഴ ജില്ലയുടെ മഴയുടെ രീതി രാവിലെ തുടങ്ങുന്ന മഴ ഉച്ചവരെ പെയ്യും, പിന്നീട് രാത്രിയായിരിക്കും കൂടുതൽ മഴ പെയ്യുക. ഇപ്പോൾ കോട്ടയത്ത് നിന്നടക്കം എത്തുന്ന മഴ വെള്ളം എത്തുന്നത്, കിഴക്കൻ വെള്ളം എത്തുന്നത് വേമ്പനാട്ട് കായലിലാണ്. അതുകൊണ്ട് തന്നെ വേമ്പനാട്ട് കായലില് ഇത്രത്തോളം വെള്ളം ജലനിരപ്പ് ഉയർന്നതിനാൽ അവിടെ തണ്ണീർമുക്കം ഷട്ടർ തുറന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ആറുകൾ വേമ്പനാട്ട് കായലിലും ഒപ്പം തന്നെ ഈ കുട്ടനാട്ടിലെ പല ആറുകളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ 40 ഷട്ടറുകളിൽ 39 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. തണ്ണീർമുക്കം ബണ്ടിൽ 90 ഷട്ടറുകളാണ് തുറന്നിട്ടുള്ളത്. ഒപ്പം തന്നെ 4 ലോക്ക് ഗേറ്റുകളും തുറന്നിട്ടുണ്ട്. കുട്ടനാട്ടിൽ സാധാരണഗതിയിലുള്ള 1.45 മീറ്ററിലാണ് അതിന്റെ അപകടനില. അതിൽ കൂടുതലായിട്ടുള്ള ജലനിരപ്പ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കനത്ത മഴ മൂലം എടത്തുവയിൽ നിന്ന് തായങ്കരയിലേക്ക് ഒപ്പം തന്നെ കളങ്ങരയിലേക്കുമുള്ള 2 ബസ് സർവീസുകൾ നിർത്തിയിട്ടുണ്ട്. കൈനേരി കൃഷിഭവൻ പരിധിയിലെ കൂലിപ്പുരയ്ക്കൽ പാടശേഖരത്തിലാണ് ഇന്നലെ രാത്രിയിൽ മടവീഴ്ച ഉണ്ടായത്. കൃഷിയില്ലാത്തതിനാൽ വലിയ നാശനഷ്ടം ഉണ്ടായില്ല. പക്ഷേ പുഞ്ചകൃഷിക്ക് വേണ്ടിയിട്ട് പുഞ്ചകൃഷി കഴിഞ്ഞ് അടുത്ത 2ാം കൃഷിക്ക് വേണ്ടി നിലമൊരുക്കുന്ന പാടശേഖരങ്ങളിൽ മടവീഴ്ച ഉണ്ടാകുമെന്ന കടുത്ത ആശങ്ക കർഷകർക്കിടയിലുണ്ട്. മഴക്കെടുതി നേരിടാൻ താലൂക്ക് അടിസ്ഥാനത്തിൽ ഓരോ താലൂക്കിലും കൺട്രോൾ ഓഫീസുകൾ തുറന്നിട്ടുണ്ട്. ജില്ലയിൽ ആകെ 21 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ചേർത്തല പള്ളിപ്പുറത്ത് ഒരു ഗൃഹനാഥൻ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച സംഭവം ഉണ്ടായി. ഇടത്തട്ടിൽ 65 വയസ്സുകാരനായ അശോകനാണ് മരിച്ചത്. റോഡിനോട് ചേർന്ന പാടശേഖരത്തിൽ വീണാണ് അശോകൻ മുങ്ങി മരിച്ചതെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ആലപ്പുഴയിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെയാണ് മഴയിൽ വെള്ളക്കെട്ടുണ്ടായത്. മഹാപ്രളയത്തിൽ പോലും വെള്ളം കയറാത്ത ആലപ്പുഴ നഗരത്തിലെ പലയിടങ്ങളിലും വെള്ളം കയറി. പ്രത്യേകിച്ച് പൂന്തോപ്പ്, കൊമ്മാടി, ചുങ്കം, പള്ളാത്തുരുത്തി ഒക്കെ തന്നെ രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ഉച്ചയ്ക്ക് ശേഷം മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കിഴക്കൻ വെള്ളം കുട്ടനാട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. അനുജ, അതാണ് കുട്ടനാട്ടുകാർ ഭീതിയിലാണ്. ആലപ്പുഴയിൽ മഴ തുടരുന്നു. മാത്രമല്ല ഓറഞ്ച് അലേർട്ടാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. കോട്ടയം, എറണാകുളം ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ്. മറ്റ് ജില്ലകളിൽ നിലവിൽ യെല്ലോ അലേർട്ടാണ്. വരും മണിക്കൂറുകളിൽ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. കാലവർഷം കേരളത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വിവിധ ജില്ലകളിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിയത്. ഇനി മലപ്പുറത്ത് നിന്ന് വരുന്ന ഒരു വാർത്ത. താനൂരിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ചെറുവള്ളങ്ങൾ അപകടത്തിൽപ്പെട്ടു എന്നതാണ്. ശക്തമായ കാറ്റിലും തിരയിലും 2 വള്ളങ്ങൾ മറിഞ്ഞു. മറ്റൊരു ബോട്ടിലെത്തിയ മത്സ്യത്തൊഴിലാളികൾ ഇവരെ രക്ഷപ്പെടുത്തി. ശക്തമായ തിരയിൽ മറ്റൊരു വഞ്ചിയിൽ നിന്ന് തെറിച്ചു വീണ 2 മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി. സമീർ, ഇപ്പോൾ 2 അപകടങ്ങൾ ഉണ്ടായി. അതിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ.
അനുജ, താനൂർ ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ 3 ചെറുവള്ളങ്ങളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ആദ്യം 2 വള്ളങ്ങൾ ഈ ശക്തമായ കാറ്റിലും തിരമാലയിലും അകപ്പെട്ട് മറയുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നാലെ മറ്റൊരു ബോട്ടിലെത്തിയ മത്സ്യത്തൊഴിലാളികളാണ് ഈ 2 വള്ളങ്ങളിൽ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി കരയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്, മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ശക്തമായ തിരമാലയിൽപ്പെട്ട് ഒരു വള്ളത്തിലുണ്ടായിരുന്ന 2 മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് തെറിച്ചു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ബോട്ടിലുണ്ടായിരുന്ന വള്ളത്തിലുണ്ടായിരുന്ന ഒരു മത്സ്യത്തൊഴിലാളി രക്ഷപ്പെടുകയും ചെയ്തു. അതിന് പിന്നാലെ ഫിഷറീസ് വകുപ്പിന്റെ റെസ്ക്യൂ ബോട്ടെത്തിയാണ് ഈ 2 മത്സ്യത്തൊഴിലാളികളെയും കടലിൽ നിന്നും രക്ഷപ്പെടുത്തിയപ്പോൾ കരക്കെത്തിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ താനൂരിൽ നിന്നും പോയ 3 വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ശക്തമായ മഴയും ഒപ്പം തന്നെ ഈ കാറ്റുമൊക്കെ ഉള്ള സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ഈ എല്ലാവരും നൽകുന്ന നിർദ്ദേശം. അനുജ, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ട് ഇടിമിന്നലേറ്റ് 7 പേർക്ക് പരുക്ക്. സൗത്ത് ബീച്ചിലുണ്ടായിരുന്നവർക്കാണ് പരുക്കേറ്റത്. പരുക്കേറ്റവരിൽ ഒരാൾ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ലോറിയുടെ മുകളിൽ കയറി ജോലി ചെയ്യുകയായിരുന്ന 2 പേർ മിന്നലേറ്റ് താഴെ വീണു. പോകാൻ പറ്റുന്ന ടൈമാണ്. അപ്പോൾ ഈ എടുക്കുന്ന പണി വെള്ളം കയറ്റുന്ന പോലെയാണ്. വെള്ളം നിറച്ചിട്ട് തമിഴ്നാട്ടിൽ കൊണ്ടുവരാണ്. അപ്പോൾ അത് കയറ്റി കൊടുക്കുന്ന ടൈമിലാണ് ഇത് തട്ടുന്നത്. അപ്പോൾ നമ്മൾ 5-10 പേരുണ്ട്. 5-10 പേരിൽ ഒരു 4-5 ആൾക്ക് ഇത് സംഭവിച്ചിരിക്കണ്. മിന്നൽ മുടിയുമ്പോൾ എല്ലാവരും വീണുപോയി. തലക്ക തട്ടിയത്, ബാക്കിയുള്ളവർക്ക് കാലിനും മേത്തൊക്കെ തട്ടിക്കണ്. വണ്ടീൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾക്ക് ഓനിക്കാണ് കൂടുതൽ തട്ടിയത്. ഓനാണ് ഐസിയിലുള്ളത്. ഇപ്പം അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഈ അപകടം ഉണ്ടായത് എപ്പോഴാണ്? ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്കാണോ ഇടിമിന്നലേറ്റത്? അനുജ, ജോലി ചെയ്തുകൊണ്ടിരുന്നവർക്കും ചില സാധനങ്ങൾ വാങ്ങുന്നതിനായി സൗത്ത് ബീച്ചിലേക്ക്, അതായത് മത്സ്യം ഉൾപ്പെടെ വാങ്ങുന്നതിനായി സൗത്ത് ബീച്ചിലേക്ക് എത്തിയവർക്കുമാണ് ഈ ഇടിമിന്നലിൽ പരിക്കേറ്റത്. ഉച്ചസമയത്ത് കോഴിക്കോട് നഗരത്തിൽ മഴ ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിലും ഇടിയും മിന്നലും ശക്തമായി ഉണ്ടായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സമയത്താണ്, അതായത് ഏതാണ്ട് 12:30 കഴിഞ്ഞ ആ സമയത്താണ് ഈ ഒരു അപകടം നടന്നത്. ബീച്ചിൽ ജോലി ചെയ്തിരുന്നവർ, അതിൽ ചിലർ ഈ കടലിൽ നിന്ന് വെള്ളം ടാങ്കുകളിൽ ശേഖരിക്കുന്ന ചിലരുണ്ടായിരുന്നു. അവരാണ് ഈ ലോറിയിലേക്ക് ടാങ്കുകളിൽ വെള്ളം ശേഖരിക്കുന്നതിനിടെ ഇവർക്ക് ഇടിമിന്നലേക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ലോറിക്ക് മുകളിലുണ്ടായിരുന്നവരുണ്ടായിരുന്നു. അതിനിടയിൽ ഇവർ ലോറിയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇടിമിന്നലേറ്റ് തെറിച്ചു വീഴുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അവിടെ ഉണ്ടായിരുന്നവർ, അതായത് ഈ പ്രദേശത്തുണ്ടായിരുന്ന മറ്റു ചിലരാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. 17 വയസ്സുകാരൻ ഉൾപ്പെടെ ഇടിമിന്നലേറ്റിട്ടുണ്ട്. അതിൽ അഷ്റഫ് എന്നയാൾ നിലവിൽ അല്പം ഗുരുതരമായി. അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിലാണ്. മറ്റുള്ളവർ ബീച്ച് ജനറൽ ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരെ നിലവിൽ വാർഡിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയൊരു അപകടം, വലിയ ഈ ഒരു ജീവാപായമൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. കോഴിക്കോട് സൗത്ത് ബീച്ചിലാണ് 7 പേർക്ക് ഇടിമിന്നൽ പരിക്കേറ്റത്. അതിൽ ഒരാളുടെ നില ഒരല്പം ഗുരുതരമാണ്. ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ് ഇവർ. അതിനിടെ കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ എന്ന വിവരം കൂടിയുണ്ട്. വടകര, പയ്യോളി, കൊയിലാണ്ടി മേഖലകളിലാണ് മഴ പെയ്യുന്നത്. പയ്യോളിയിൽ ദേശീയപാതയിൽ വെള്ളക്കെട്ടുണ്ടായി, ഗതാഗതം തടസ്സപ്പെട്ടു. സമീപത്തെ പെട്രോൾ പമ്പ് വെള്ളത്തിനടിയിലായി. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, മഴ തുടരുകയാണോ? അനുജ, ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ ഇരുണ്ടുമൂടിയ കാലാവസ്ഥയാണ്. ഏത് നിമിഷവും മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രാവിലെ അതിശക്തമായ മഴയായിരുന്നു വടകര, കൊയിലാണ്ടി, പയ്യോളി മേഖലകളിൽ ലഭിച്ചത്. ഇതിന്റെ ഭാഗമായാണ് ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. കഴിഞ്ഞ 4 മണിക്കൂറായി ദേശീയപാതയിൽ പയ്യോളിക്ക് സമീപം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതായത് വടകരയിൽ നിന്നും കൊയിലാണ്ടിയിലേക്ക് വാഹനങ്ങൾക്ക് വരാൻ സാധിക്കുന്നില്ല. പയ്യോളിയിൽ നിന്നും പേരാമ്പ്ര വഴിയും അല്ലെങ്കിൽ പള്ളിക്കര വഴിയും വാഹനങ്ങൾ തിരിച്ചു വിട്ടിരിക്കുകയാണ്. ചെറിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴിയാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വെള്ളക്കെട്ടിൽ, പയ്യോളിയിലുണ്ടായ വെള്ളക്കെട്ടിൽ ഒരു ലോറിയും അകപ്പെട്ടിട്ടുണ്ട്. ഈ വെള്ളക്കെട്ട് ഇറങ്ങിയാൽ മാത്രമാണ് ഈ വാഹനം അവിടെ നിന്ന് മാറ്റാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, അതിന് സമീപമുള്ള ഒരു പെട്രോൾ പമ്പും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഈ വരും മണിക്കൂറുകളിൽ മഴ തുടരുകയാണെങ്കിൽ ഈ വെള്ളക്കെട്ട് അതുപോലെ തന്നെ തുടരും. വരും മണിക്കൂറുകളിലും ഇതേ പാതയിൽ വെള്ളക്കെട്ട് തുടരുന്നൊരു സാഹചര്യമാണ്, ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ പ്രദേശത്ത് ഉൾപ്പെടെ ദേശീയപാതയുടെ പണി നടക്കുകയാണ്. അതുകൊണ്ട് വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. അതാണ് ഇങ്ങനെ വെള്ളക്കെട്ടിന് ഒരു കാരണമായി ഉള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിലവിൽ നാട്ടുകാരുടെയും പോലീസിന്റെയും എല്ലാ നേതൃത്വത്തിൽ വാഹനങ്ങൾ തിരിച്ചു വിട്ടിരിക്കുകയാണ്. ഗതാഗതം ഇപ്പോഴും പൂർണ്ണമായും ദേശീയപാതയിൽ സ്തംഭിച്ചിരിക്കുകയാണ്. മറ്റു വഴികളിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോഴും സഞ്ചരിക്കുന്നത്. അനുജ, കോഴിക്കോട് വിവിധയിടങ്ങളിൽ കനത്ത മഴ, ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു.
മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ പരാജയം ആരോപിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധം. പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. മേയറുടെ രാജി ആവശ്യപ്പെട്ട് സമരം തുടരുമെന്ന് BJP കൌൺസിലർമാർ പറഞ്ഞു. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, കഴിഞ്ഞ ദിവസവും BJPയുടെ നേതൃത്വത്തിലൊക്കെയുള്ള പ്രതിഷേധം വിവിധ ഇടങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. ഇന്നിപ്പോൾ യോഗത്തിലുണ്ടായതെന്താണ്? അനുജ, ഈ കഴിഞ്ഞ ആഴ്ചയും ഇത്തരത്തിൽ കൗൺസിൽ യോഗത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതായത് ഇന്ന് ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് ഈ കൗൺസിൽ യോഗം വിളിച്ചിരുന്നത്. ഇതിൽ BJP UDF പ്രതിപക്ഷം ഒരേപോലെ തന്നെ ഇത്തരത്തിൽ യോഗം ബഹിഷ്കരിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ ഈ നഗരസഭ പരാജയമാണ്. അതിൽ നഗരത്തിൽ മൊത്തം വെള്ളക്കെട്ടുണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മഴക്കാല പൂർവ്വ ശുചീകരണം കാര്യമായി എടുക്കാത്തതുകൊണ്ടും കാര്യക്ഷമമായി അത് നടക്കാത്തതുകൊണ്ടും ആണ് എന്നുള്ളതാണ്. ഈ കരാർ എടുത്തതിന് ശേഷം അവർ കൃത്യമായി അത് പണി നോക്കിയില്ല. അത് കാര്യമായി നഗരസഭയും മേയറും നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, ഈ അജണ്ട പാസ്സാക്കി ഈ കൗൺസിൽ യോഗം വിളിക്കുന്ന സമയത്ത് ഈ അജണ്ട പാസ്സാക്കി പെട്ടെന്ന് വിടുകയാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ ചർച്ചകളൊന്നും നടത്താതെ തന്നെ ഈ അജണ്ട പാസ്സാക്കി വിടുന്നു എന്നൊരു ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ നഗരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, ചെറിയ മഴയിൽ പോലും നഗരമാകെ മുങ്ങുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ ഓടകളുടെ നവീകരണം, അതേപോലെ തന്നെ ഈ ബണ്ടുകളിൽ മണ്ണ് നീക്കം ചെയ്യാത്തത്, കൈവഴികളിലൊക്കെ മണ്ണ് നീക്കം ചെയ്യാത്തതൊക്കെയും ഇന്ന് ചർച്ചയിലായി. ഇതൊക്കെയും ഈ നഗരസഭ കൃത്യമായി ഇത് നോക്കിയിട്ടില്ല, കാര്യക്ഷമമായി ഇത് എടുത്തിട്ടില്ല എന്നൊരു ആ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇന്ന് BJP UDF കൗൺസിലർമാർ ഇവിടെ ഉന്നയിച്ചത്. ഏകദേശം 2:30 കൂടി തന്നെ ഈ യോഗം ആരംഭിച്ചെങ്കിലും കുറഞ്ഞ സമയത്തിനുള്ളിൽ യോഗം പാസ്സാക്കി, അജണ്ട പാസ്സാക്കി. ഈ കഴിഞ്ഞ ആഴ്ചയിലും യോഗത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അത് ഈ തരത്തിൽ ബസ് തടഞ്ഞത്, KSRTC ബസ് തടഞ്ഞത് അടക്കമുള്ള കാര്യങ്ങളിലായിരുന്നു അന്ന് പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ വെള്ളക്കെട്ട്, നഗരത്തിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് പ്രതിഷേധം ഉണ്ടായത്. അനുജ, തിരുവനന്തപുരത്ത് മഴക്കാല പൂർവ്വ ശുചീകരണം പരാജയപ്പെട്ടു എന്നാരോപിച്ചാണ് BJP അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധമുണ്ടായത്. മലപ്പുറം തിരൂരിൽ ക്വാറി ഉടമയെ ജയിലിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പോലീസുകാർ തട്ടിയെടുത്തത് 18 ലക്ഷം രൂപ. പണം തട്ടിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തു. വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ SHO സുനിൽ ദാസ്, SI ബിന്ദുലാൽ എന്നിവർക്കെതിരെയാണ് തിരൂർ DYSP കേസെടുത്തത്. നടപടി ക്വാറി ഉടമയുടെ പരാതിയിലാണ്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, പോലീസുകാർക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുമ്പോൾ ഈ ക്വാറി ഉടമയുടെ പരാതി എന്താണ്? ഈ അനൂജ, കഴിഞ്ഞ മാർച്ച് 30 വളാഞ്ചേരി പോലീസ് ഈ സ്ഫോടക വസ്തുക്കളുമായി ഒരു 3 അംഗ സംഘത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ക്വാറിയിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളായിരുന്നു പിടികൂടിയത്. ഇതിന് പിന്നാലെ വളാഞ്ചേരി CI ഈ ക്വാറി ഉടമയുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ താങ്കളെയും പ്രതി ചേർക്കും, അല്ലെങ്കിൽ പണം വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വളാഞ്ചേരി CIക്ക് ഈ ക്വാറി ഉടമ 10 ലക്ഷം രൂപ നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ കേസ് അന്വേഷിച്ചിരുന്ന വളാഞ്ചേരി സ്റ്റേഷനിലെ SI ബിന്ദുലാൽ ഇയാൾക്ക് 8 ലക്ഷം രൂപയും, അതോടൊപ്പം തന്നെ കേസിൽ അല്ലെങ്കിൽ ഈ ഡീലിംഗിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ച അസീനാർ എന്ന് പറയുന്ന ഇയാൾക്ക് 4 ലക്ഷം രൂപയും, ഇങ്ങനെ ആകെ 22 ലക്ഷം രൂപയാണ് പോലീസുകാരും ഈ ഇടനിലക്കാരും ഉൾപ്പെടെ കൽപ്പറ്റിയത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇതിന് പിന്നാലെ ഈ ക്വാറി ഉടമ ജില്ലാ പോലീസ് മേധാവിയെ പരാതിയുമായി സമീപിക്കുകയായിരുന്നു. അങ്ങനെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം തിരൂർ DYSP ഷംസാണ് കേസ് അന്വേഷിക്കുകയും വളാഞ്ചേരി സ്റ്റേഷനിലെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കേസിൽ ഉടൻ പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത് ഈ 18 ലക്ഷം രൂപ ഈ 2 പോലീസുകാർ ചേർന്ന് കൈപ്പറ്റി എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുകയാണ്. അടുത്ത ഘട്ടത്തിൽ തന്നെ ഉടൻ തന്നെ ഈ 2 പോലീസുകാരെയും അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് അടക്കുമെന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഏതായാലും ഈ ജീവനും സ്വത്തിനും സംരക്ഷണമാകേണ്ട പോലീസാണ് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം കൈക്കൂലി കൈപ്പറ്റുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസമാണ് ഈ പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ ആളുമാറി അറസ്റ്റ് ചെയ്തൊരു സംഭവം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ ആ നാണക്കേട് മാറും മുന്നെയാണ് ഇപ്പോൾ മറ്റൊരു കേസ് കൂടി പോലീസിന് നേരെ തന്നെ ഉണ്ടാകുന്നത്. മലപ്പുറം തിരൂരിലാണ് ക്വാറി ഉടമയെ ജയിലിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പോലീസ് ഉദ്യോഗസ്ഥർ 18 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന പരാതി ഉയർന്നത്. ഇവർക്കെതിരെ DYSP കേസെടുത്തു. മറ്റൊരു വാർത്ത, ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ് വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ചോദ്യങ്ങളുമായി ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ് ല്യൂക്ക് ജെറം. പരിപാടിയിൽ പങ്കെടുത്തവർക്ക് എന്നാണ് പണം നൽകുന്നത് എന്നാണ് ചോദ്യം. 100-ലധികം പേർക്ക് പണം നൽകാത്തത് അതിശയമുണ്ടാക്കുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്തകൾ ശ്രദ്ധിക്കുന്നില്ലെന്നും ല്യൂക്ക് ചോദിക്കുന്നു. 24 വാർത്ത ടാഗ് ചെയ്ത് എക്സിലാണ് ല്യൂക്കിന്റെ പ്രതികരണം. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ല്യൂക്കിന്റെ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ തുടർ പ്രതികരണം എന്താണ്?
അനുജ, ഈ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിനായാണ് ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ് ലൂക്ക് ജെറോമിനെ കേരളത്തിലേക്ക് ക്ഷണിച്ചത്. 26 ലക്ഷം രൂപയായിരുന്നു ആകെ ചെലവ്. മ്യൂസിയം ഓഫ് ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെയുള്ള ചെലവാണ് 26 ലക്ഷം രൂപ. ഇതിൽ 12 ലക്ഷം രൂപ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി മാത്രമായിരുന്നു. ഈ ചെലവ് വഹിക്കാമെന്നായിരുന്നു ആദ്യം സംഘാടകർ പറഞ്ഞത്. പക്ഷേ ഈ ചെലവ് പിന്നീട് വഹിക്കുന്നതിൽ നിന്ന് സംഘാടകർ പിന്മാറി. അങ്ങനെ ഇതുൾപ്പെടെ 19 ലക്ഷം രൂപയാണ് നിലവിൽ ലൂക്ക് ജെറോമിന് സംഘാടകർ നൽകാനുള്ളത്. പലതവണ സംഘാടകർക്ക് മെയിലുകളും ഇൻവോയ്സുകളും അയച്ചെങ്കിലും യാതൊരു മറുപടിയും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ലൂക്ക് ജെറോം ഈ തൻ്റെ ഒരു അതൃപ്തി 24-നോട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചത്. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ചോദ്യങ്ങളുമായി സാമൂഹിക മാധ്യമമായ എക്സിൽ പ്രതികരണവുമായി ലൂക്ക് ജെറോം രംഗത്ത് വന്നത്. 100-ലധികം പേർക്ക്, അതായത് ഈ പരിപാടിയിൽ പങ്കെടുത്ത 100-ലധികം പേർക്ക് പൈസ കിട്ടാനുണ്ട്. ഈ പൈസ എന്ന് തരുമെന്നതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ലൂക്ക് ജെറോം ചോദിക്കുന്നത്. ഇത്രയും അധികം പേർക്ക് പൈസ നൽകാനുള്ളത് അതിശയമാണ് എന്നും ഇതിൽ ചില ആളുകൾ കേസിന് പോയതായി ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഈ പോസ്റ്റിലൂടെ ലൂക്ക് ജെറോം പ്രതികരിക്കുന്നുണ്ട്. സർക്കാർ ഉൾപ്പെടെ പങ്കാളികളായ പരിപാടിയായിരുന്നു ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ്. ഇതിൽ സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട് എന്നതാണ് ലൂക്ക് ജെറോം നേരത്തെ 24-നോടും പ്രതികരിച്ചത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പണം ലഭിക്കാതെ വന്നതോടെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് തന്നെ ചോദ്യങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. നിലവിൽ എപ്പോൾ പണം കൈമാറുന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ആശയവിനിമയം ഇതുവരെയും സംഘാടകർ നടത്തിയിട്ടില്ല. എത്രയും വേഗം പണം നൽകാം, അതിന്റെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു മറുപടിയാണ് നിലവിൽ സംഘാടകർ ലൂക്കിന് നൽകിയിരിക്കുന്നത്. പ്രസിദ്ധനായ ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. അദ്ദേഹത്തെയാണ് കേരളത്തിലേക്ക് ക്ഷണിക്കുകയും പിന്നീട് പണം നൽകാതെ ഇരിക്കുകയും ചെയ്തത്. സംസ്ഥാനത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയ ഒരു വിഷയവുമാണ്. അനുജ, ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ് വിവാദത്തിലാണ് ഇപ്പോൾ തുടർ പ്രതികരണവുമായി ബ്രിട്ടീഷ് കലാകാരൻ ലൂക്ക് ജെറോം രംഗത്തെത്തിയത്. കൊച്ചിയിൽ വീണ്ടും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി കവർച്ച. സംഘത്തിലെ 3 പേർ പിടിയിലായി. എറണാകുളം സൗത്തിലെ മെട്രോ ലോഡ്ജിലാണ് 4-അംഗ സംഘം തോക്കുമായി എത്തി ലോട്ടറിക്കട നടത്തുന്നയാളിൽ നിന്ന് മൊബൈൽ ഫോണും പണവും കവർന്നത്. തോക്ക് പിടിച്ചെടുത്തു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇവർ സ്ഥിരം ഇത്തരത്തിലുള്ള മോഷണം നടത്തുന്ന ആളുകളാണോ? ആ സംഘത്തിലെ ആളുകളാണോ? കൂടുതൽ പേരുണ്ടോ? കൂടുതൽ വിവരങ്ങളൊക്കെ പോലീസ് പുറത്തുവിടുന്നുണ്ടോ? അനുജ, ഈ 3 പേരും എറണാകുളത്ത് സ്പാ നടത്തുന്ന യുവാക്കളാണ് എന്നാണ് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസം ഈ പരാതിക്കാരനായ സജീറും ഈ 3 പേരും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് സജീർ താമസിക്കുന്ന ലോഡ്ജിലേക്ക് ഈ 4-അംഗ സംഘം എത്തി ഇവരുടെ കയ്യിൽ കരുതിയിരുന്ന തോക്ക് ചൂണ്ടി സജീറിനെ ആക്രമിക്കുകയും സജീറിന്റെ മൊബൈൽ ഫോണും കയ്യിലുണ്ടായിരുന്ന 55,000 രൂപയും അപഹരിച്ച് കടന്നു കളഞ്ഞത്. പിന്നാലെ സെൻട്രൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ 4-അംഗ സംഘത്തിൽ 3 പേരെ പിടികൂടി. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് കണ്ടെത്തിയിട്ടുണ്ട്. പിസ്റ്റളാണ് ഉപയോഗിച്ചത്. ഈ തോക്കിന് ലൈസൻസ് ഇല്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട്. ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ പിടിയിലായ 3 പേരെയും റിമാൻഡ് ചെയ്തിരിക്കുന്നു. കൊച്ചിയിൽ ഈ തോക്ക് ചൂണ്ടിയുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തലുകൾ തുടർക്കഥയാവുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. അനുജ, കൊച്ചിയിൽ വീണ്ടും തോക്ക് ചൂണ്ടിയുള്ള കവർച്ച നടന്നിരിക്കുന്നു. സംഘത്തിലുള്ള 3 പേരെ പോലീസ് പിടികൂടി. ഫ്ലിപ്കാർട്ട് ഡെലിവറി ഏജന്റുമാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്കുന്നു. വേതനം വെട്ടിക്കുറിച്ച ഫ്ലിപ്കാർട്ട് മാനേജ്മെന്റ് നടപടിക്കെതിരെയാണ് പ്രതിഷേധ സമരം. മാനേജ്മെന്റ് നടപടിക്കെതിരെ ഏജന്റുമാർ ലേബർ കമ്മീഷണർക്ക് പരാതി നൽകി. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, ഈ സമരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ? എങ്ങനെയാണിത് സാധനങ്ങളുടെ വിതരണത്തെയൊക്കെ ബാധിച്ചിട്ടുള്ളത്? അനുജ, എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ പൂർണ്ണമായിട്ടും ഈ തൊഴിലാളികൾ ഇപ്പോൾ സ്ട്രൈക്കിലാണ്, പ്രതിഷേധത്തിലാണ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ തൊഴിലാളികൾക്ക് ഒരു ഡെലിവറിക്ക് 15 രൂപ 50 പൈസ വെച്ചാണ് ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ട് മാനേജ്മെന്റ് 13 രൂപ 50 പൈസയായി കുറച്ചിരുന്നു. ഈ നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ തൊഴിലാളികൾ ഈ പ്രതിഷേധിക്കുന്നത്. ഇവരുടെ ഈ വേതനം വെട്ടിക്കുറിച്ച ഈ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല സംസ്ഥാന വ്യാപകമായി തന്നെ ഈ തൊഴിലാളികൾ ഡെലിവറി ഏജന്റുമാർ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. പല ഹബ്ബുകളിൽ, അതായത് ഈ ഡെലിവറി ഹബ്ബുകളിലും തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കി സമരം നടത്തുകയാണ്. തിരുവനന്തപുരത്ത് മാത്രം 16 ഹബ്ബുകളുണ്ട്. 500-ലധികം തൊഴിലാളികൾ ജീവനക്കാരുണ്ട് ഫ്ലിപ്കാർട്ടിൽ മാത്രം. സംസ്ഥാനത്താകെയായി 10,000-ലധികം തൊഴിലാളികളാണുള്ളത്. ഇവരെല്ലാം ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ വേതനം വെട്ടിക്കുറച്ചതെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നടപടി പിൻവലിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. മാത്രമല്ല വേതനം ഉയർത്തണമെന്നൊരു ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. 2018-ൽ 22 രൂപയായിരുന്നു ഇവർക്ക് ഒരു ഡെലിവറിക്ക് ഉണ്ടായിരുന്ന വേതനം. അത് പിന്നീട് കുറച്ച് കൊണ്ടുവന്നാണ്. ഘട്ടം ഘട്ടമായി ഈ ഓരോ വർഷം കഴിയുന്തോറും കുറയ്ക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട്
ഇനിയും കുറച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ നഷ്ടമുണ്ടാകും. കുടുംബവുമായി കഴിയുന്നവരാണ് കൂടുതൽ, അവർക്കൊക്കെ വലിയ ബാധ്യതയാവും എന്നുള്ള ഒരു എന്താണ് ഇവർ പറയുന്നത്. അതുകൊണ്ടാണ് ഈ സമരം ഇപ്പോഴും തുടരുന്നത്. എന്തായാലും ഈ വേതനം കൂട്ടിയില്ലെങ്കിൽ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് തൊഴിലാളികൾ അറിയിക്കുന്നത്. ഫ്ലിപ്കാർട്ട് ഡെലിവറി ഏജന്റുമാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്കുന്നു. വേതനം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം. +1 സീറ്റ് പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി മുസ്ലിം ലീഗ് നേതാക്കൾ. സർക്കാർ പറഞ്ഞ കണക്കുകൾ ശരിയല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ബോധ്യപ്പെടുത്തിയെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം പറഞ്ഞു. വിശദമായ കണക്ക് സഹിതം കുറവുള്ള സീറ്റുകളുടെ വിവരം തയ്യാറാക്കി സർക്കാരിന് നൽകുമെന്ന് നേതാക്കൾ അറിയിച്ചു. ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത ഒരു കണക്ക് അവർ പറഞ്ഞു. ആകെ സീറ്റുകളുടെ എണ്ണം ഇത്ര, അപേക്ഷകർ ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അത് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു കണക്കാണ്. കാരണം കുട്ടികൾക്ക് അവർക്ക് പഠിക്കാവുന്ന ദൂരം, അതേപോലെ തന്നെ അവർക്ക് പഠിക്കാവുന്ന വിഷയം, പഠിക്കാവുന്ന സ്കൂള് ഒക്കെ സംബന്ധിച്ചൊരു ചോയ്സ് ഉണ്ട്. ആ ചോയ്സേ ഈ ജില്ലകളിലൊന്നുമില്ല. 10-40 ശരാശരി ആവുമ്പോൾ അവിടെയൊക്കെ ഈ പിന്നോക്ക ജില്ലകളിലൊക്കെ, ഈ പറഞ്ഞ ജില്ലകളിലൊക്കെ 65-70 ഒക്കെയാണ് ഇഷ്ടം. അങ്ങനെ പാടില്ല, നിയമവിരുദ്ധമാണ്. അത് തന്നെ ഒരു തെളിവാണ് സീറ്റുകളുടെ വൻ കുറവുണ്ട് എന്നുള്ളത്. ഇതൊക്കെ ഗവൺമെന്റിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അത് രേഖാമൂലം ആ ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് അനുകൂലമായ ഒരു തീരുമാനം ഈ വിഷയത്തിൽ ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഹരികൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഹരികൃഷ്ണൻ, ബോധ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് എന്നതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അതായത് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നതാണോ ലീഗിന്റെ പ്രതീക്ഷ? അനുജ, ഈ +1 സീറ്റ് പ്രതിസന്ധി അത് ഏറെ നാളായി മുസ്ലിം ലീഗ് ചർച്ചയ്ക്ക് വെക്കുന്ന ഒരു കാര്യമാണ്, അത് ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇന്ന് നേരത്തെ തന്നെ ഈ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഇത് സംബന്ധിച്ച് കാണുമെന്ന് നേരത്തെ തന്നെ മുസ്ലിം ലീഗ് ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. ഇന്ന് ഇത് സംബന്ധിച്ച വിഷയത്തിൽ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാക്കൾ കണ്ടുവെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ജനറൽ സെക്രട്ടറി അറിയിച്ചിട്ടുള്ളത്. ഇത് സമയമെടുത്ത് ചർച്ച ചെയ്തു. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ കൃത്യമായി കണക്കനുസരിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടിയാണ് പറഞ്ഞത്. മലപ്പുറം ജില്ലയിലെ സ്ഥിതി വളരെ ഗുരുതരമാണ്. കൂടുതൽ ബാച്ചുകൾ അനുവദിക്കണമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഈ വിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ച് നൽകിയിട്ടുള്ള കണക്ക് അത് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധമാണ്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രതീക്ഷ ഉണ്ട്, ഈ സംഭവത്തിൽ പ്രതീക്ഷ ഉണ്ട് എന്നുള്ളതാണ്. അതായത് അനുകൂലമായ ഒരു പ്രതീക്ഷ, തങ്ങൾക്ക് അനുകൂലമായി ഈ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഈ വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പും രേഖകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും കൂടുതൽ തീരുമാനമെന്നുള്ളതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിച്ചത്. അനുജ, മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിലാണ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ലീഗ് അവരുടെ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പ്രതീക്ഷയുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് കാര്യങ്ങളെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. പത്തനംതിട്ട കല്ലേലിയിൽ പ്രധാന റോഡിൽ കാട്ടാന. ബൈക്കിൽ പോവുകയായിരുന്ന യുവാക്കൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കാട്ടാന റോഡിൽ നിലയുറപ്പിച്ചതിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ഇന്നലെയും കല്ലേലി എസ്റ്റേറ്റ് ഭാഗത്ത് കാട്ടാന ഇറങ്ങിയിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇപ്പോൾ ദിനം പ്രതി എന്നോണം ഈ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നു. വനംവകുപ്പ് അധികൃതരുടെ ഭാഗത്ത് ഇടപെടലൊന്നും ഉണ്ടാകുന്നില്ലേ? വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. ഏതാണ്ട് 17ഓളം ആനകൾ ഈ കല്ലേലി എസ്റ്റേറ്റ് ഭാഗത്ത് ഉണ്ട് എന്ന് പറയുന്നു. കോന്നിയിലേക്കും അതുപോലെ തന്നെ കൊക്കാത്തോട്ടിലേക്കും ഒക്കെ പോകുന്ന പ്രധാനപ്പെട്ട പാത തന്നെയാണ്. വനമേഖല ഒരു ഭാഗത്തുണ്ട് എന്ന കാര്യം വാസ്തവമാണ്. പക്ഷേ കല്ലേലി എസ്റ്റേറ്റ് അടക്കമുള്ള ലയങ്ങൾ ആ മേഖലയിലുണ്ട്. ഈ മേഖലയിൽ കാര്യമായ രീതിയിൽ ഒരു വനംവകുപ്പിന്റെ ഒരു ഇടപെടൽ നടക്കുന്നില്ല. ജണ്ട കെട്ടി വേർതിരിക്കുന്നില്ല ഈ വനഭൂമിയും അതുപോലെ എസ്റ്റേറ്റ് ഭൂമിയും തമ്മിൽ എന്നൊരു ആക്ഷേപം നാട്ടുകാരും തൊഴിലാളികളും ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ സമയത്താണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കല്ലേലി എസ്റ്റേറ്റ് ഭാഗത്ത് കാട്ടാൻ ഇറങ്ങിയത്. ഇന്ന് രാവിലെ ഒരു ഒറ്റയാനാണ് ആ കല്ലേലി റോഡിൽ, പ്രധാനപ്പെട്ട റോഡിൽ നിലയുറപ്പിച്ചത്. യുവാക്കൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ആ യുവാക്കൾ തന്നെയാണ് ദൃശ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പത്തനംതിട്ടയിൽ കല്ലേലിയിലാണ് കാട്ടാന നടു റോഡിൽ നിലയുറപ്പിച്ചത്. ഇനി തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു വാർത്ത. കലമാനിന്റെ ആക്രമണത്തിൽ മൃഗശാല ജീവനക്കാരൻ കൊല്ലപ്പെട്ടു. ഒരാൾക്ക് ഗുരുതര പരുക്കേറ്റു. ആക്രമണം മാനിന് തീറ്റ കൊടുക്കുന്നതിനിടെയായിരുന്നു. മനീഷ് മൂർത്തി വിവരങ്ങളുമായി. മനീഷ്, എന്താണ് സംഭവിച്ചത്? അനുജ, സേലം ജില്ലയിലെ ചെട്ടിസാവടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കുറുമ്പട്ടി മൃഗശാലയിലാണ് ഈ ഒരു അപകടം ഉണ്ടായത്, ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ 11:30 മണിയോട് കൂടിയാണ് അപകടം ഉണ്ടാകുന്നത്. ഈ അപകടത്തിൽ, ഈ ഒരു ആക്രമണത്തിൽ സേലം സ്വദേശിയായിട്ടുള്ള തമിഴ് ചെലവനാണ് കൊല്ലപ്പെട്ടത്. ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തിക്ക് കൂടി, അതായത് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന മുരുകേശനെയും പരിക്കേറ്റ. ഗുരുതരമാണ് അദ്ദേഹത്തിൻ്റെ പരിക്കെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മുരുകേശന് നെഞ്ചിനാണ് കുത്തിയേറ്റിരിക്കുന്നത്. തമിഴ് ചെലവനെ സംബന്ധിച്ച് ഭക്ഷണം കൊടുക്കുകയായിരുന്നു രാവിലെ 11:30 മണിയോട് കൂടി. അവിടെയെല്ലാം മൃഗങ്ങൾക്ക്
എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. ആ ഒരു സമയത്താണ് കൊടുക്കുക. അങ്ങനെ സാധാരണ രീതിയിൽ അവിടെ പോയി ഭക്ഷണം കൊടുക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ കലമാൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. തലയ്ക്കാണ് കുത്തേറ്റത്. തലയ്ക്ക് കുത്തേൽക്കുകയും അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയുമായിരുന്നു. മുരുകേശൻ ഇദ്ദേഹത്തെ ഈ തമിഴ്ചെലവനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് മുരുകേശനും കുത്തേറ്റത്. മുരുകേശൻ്റെ നെഞ്ചിലാണ് കുത്ത്. അദ്ദേഹത്തെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൃഗശാല അധികൃതർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണവും ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. എന്തായാലും കനമാലിൻ്റെ ആക്രമണത്തിലാണ് ഒരു മൃഗശാല ജീവനക്കാരൻ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലാണ് കലമാനിന്റെ ആക്രമണത്തിൽ മൃഗശാല ജീവനക്കാരൻ മരിച്ചത്. വിഷു ബമ്പർ ഒന്നാം സമ്മാനം ആലപ്പുഴ ജില്ലയ്ക്ക്. പഴവീട് സ്വദേശി വിശ്വംഭരനാണ് ഭാഗ്യശാലി. തൃക്കാർത്തിക ലോട്ടറി ഏജൻസിയാണ് ടിക്കറ്റ് വിറ്റത്. പതിവായി ലോട്ടറി എടുക്കുമായിരുന്നുവെന്ന് വിശ്വംഭരൻ പറഞ്ഞു. ബമ്പർ അടിച്ച ഇന്നലെ വിശ്വംഭരൻ മറ്റൊരു ടിക്കറ്റിന് 5000 രൂപയും അടിച്ചു. ഗ്രഹമായിട്ട് എടുക്കും. ആഴ്ചയിൽ ഒരു 3-4 എടുക്കും. അപ്പോൾ വീടൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം, അത്രേ ഉള്ളൂ. പഴയ വീടൊക്കെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അങ്ങനെ ചേട്ടൻ്റെ മക്കള് ചേച്ചിയൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ ഉണ്ട്. ഇനി പഠിച്ചൊക്കെ വരണം. 2 പിള്ളേരൊക്കെ ഉണ്ട്. അവർ പഠിച്ച് അവരെ ഒരു നല്ല നിലയിലെത്തിക്കണം. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ആലപ്പുഴയിൽ നിന്നാണോ ആ ഭാഗ്യശാലി എന്നതറിയാൻ ഇന്നലെയൊക്കെ നമുക്കൊരു ആകാംക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ഉത്തരമായിരിക്കുന്നു. അധികം മോഹങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരൻ ഇന്നലെ തന്നെ 5000 രൂപ വീണ്ടും അടിച്ചു എന്നൊക്കെയുള്ള ഒരു കൗതുകം കൂടിയുണ്ട്. ഈ ഭാഗ്യശാലിയെ തിരിച്ചറിയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ്. ചില്ലറ വിൽപ്പനക്കാരിയായിട്ടുള്ള ആലപ്പുഴ പഴവീട് തന്നെ സ്വദേശിയായിട്ടുള്ള ജയയുടെ പക്കൽ നിന്നാണ് ഈ വിശ്വംഭരൻ വാങ്ങിയത്. ജയയെ വരെ തിരിച്ചറിയാൻ നമുക്ക് ഇന്നലെ പറ്റിയിരുന്നു. പക്ഷെ ആരാണ് ഈ 12 കോടിയുടെ ഭാഗ്യശാലി എന്നറിയാൻ ഇന്ന് ഉച്ചവരെയും തിരിച്ചറിയാൻ സാധിച്ചില്ല. അദ്ദേഹം കടയിലെത്തി, ആരും അറിയാതാണ് കടയിലെത്തിയത്. കടയിലെത്തി ഏജൻസി ഉടമയായിട്ടുള്ള അനിൽകുമാറിനാണ് ഈ ടിക്കറ്റ് കൈമാറുക. ആ സമയത്താണ് മറ്റുള്ള ആളുകൾ അറിഞ്ഞ് അവിടേക്ക് വിശ്വംഭരൻ തന്നെയാണ് ഈ ഭാഗ്യശാലിയെ തിരിച്ചറിയുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. അദ്ദേഹം നേരത്തെ CRPF നിന്നും വിരമിച്ച ആളാണ്. അദ്ദേഹം നിലവിൽ 2 വർഷങ്ങൾക്ക് മുൻപ്, കോവിഡിന് മുൻപ് സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ആളായിരുന്നു. പിന്നീട് അവിടെ നിന്നും കോവിഡ് സമയത്ത് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ട് അദ്ദേഹം വീട്ടിൽ പെൻഷൻ പണം കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്ന ആളാണ്. അദ്ദേഹം ആദ്യം ഈ വിവരം അറിയിച്ചു. ഇന്നലെ രാത്രിയാണ് വിവരം, ഈ ലോട്ടറി അടിച്ച വിവരം ആദ്യം അറിയുന്നത്. പിന്നീട് ആദ്യം ചേച്ചിയെ അറിയിച്ചു, സഹോദരി അറിയിച്ചു. പിന്നീട് ഭാര്യയും 2 പെൺമക്കളാണ്. അവരെ കെട്ടിച്ചയച്ചതാണ്. അവരെ 2 പേരെയും അറിയിച്ചു. അദ്ദേഹത്തിന്റെ നിലവിൽ വീട് നിൽക്കുന്നത് കുടുംബ വീടാണ്. ആ കുടുംബ വീടൊന്ന് പുതുക്കി പണിയണം. ഒപ്പം തന്നെ 2 പെൺമക്കളെ വീട് വെക്കുന്ന കാര്യത്തിൽ സഹായിക്കണം. അങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. ഒപ്പം തന്നെ വീടില്ലാത്ത കുറച്ച് ആളുകൾ ഇങ്ങനെ അദ്ദേഹത്തെ ബന്ധപ്പെടുകയാണ്. അദ്ദേഹം സഹായിക്കാന്നുള്ള ഒരു മനസ്സുകൂടി അറിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങളായിരുന്നു ഇനി കണ്ടറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഫെഡറൽ ബാങ്കിലേക്ക്, ആലപ്പുഴ മുല്ലയ്ക്കലുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിലേക്ക് അദ്ദേഹം ഈ ലോട്ടറി വിഷു ബമ്പർ ഭാഗ്യശാലിയെ കണ്ടെത്തി. ആലപ്പുഴ സ്വദേശി വിശ്വംഭരനാണ് 12 കോടി രൂപ ലഭിക്കുന്ന ആ ഭാഗ്യശാലി. ഇപ്പോൾ വരുന്നൊരു വാർത്ത. ഇന്നത്തെ കൊച്ചുവേളി ഭാവ്നഗർ വീക്ക്ലി എക്സ്പ്രസിന്റെ സമയം പുനഃക്രമീകരിച്ചു. ഇന്ന് വൈകിട്ട് 3:45 യാത്ര ആരംഭിക്കേണ്ട ട്രെയിൻ നാളെ രാവിലെ 6:35 പുറപ്പെടൂ. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, എന്തുകൊണ്ടാണ് ഈ മാറ്റം? അനുജ, പേരിംഗ് ട്രെയിൻ വൈകുന്നതാണ് ഈ ട്രെയിൻ പുനഃക്രമീകരിക്കാൻ കാരണമെന്നാണ് റെയിൽവേയുടെ ഔദ്യോഗികമായ വിശദീകരണം. കൊച്ചുവേളിയിൽ നിന്നും ഭാവ്നഗറിലേക്ക് പുറപ്പെടേണ്ട ട്രെയിൻ നമ്പർ 19-259 വീക്ക്ലി എക്സ്പ്രസ് ആണ് ഇപ്പോൾ പുനഃക്രമീകരിച്ചിട്ടുള്ളത്. അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് വൈകിട്ട് 3:45 കൊച്ചുവേളിയിൽ നിന്നും ഈ യാത്ര ആരംഭിക്കേണ്ടത്. ട്രെയിൻ പുനഃക്രമീകരിച്ചതനുസരിച്ച് നാളെ രാവിലെ 6:35 ട്രെയിൻ യാത്ര ആരംഭിക്കുക. അതായത് 14 മണിക്കൂറും 50 മിനിറ്റും ട്രെയിൻ വൈകി ഓടാൻ പോകുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ട്രെയിൻ യാത്ര ആരംഭിക്കേണ്ടതിന് 1 മണിക്കൂർ മുമ്പാണ് റെയിൽവേ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു നിർദ്ദേശം പുറത്തിറക്കിയത്. അതുകൊണ്ട് യാത്രക്കാരെ ഈ സംഭവം വലിയ രീതിയിൽ ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അനുജ, കൊച്ചുവേളി ഭാവ്നഗർ വീക്ക്ലി എക്സ്പ്രസ് ഇന്ന് വൈകിട്ട് 3:45 പുറപ്പെടേണ്ടതാണ്. അതായത് അല്പസമയത്തിനകം പുറപ്പെടേണ്ടതാണ്. പക്ഷേ നാളെ രാവിലെ 6:35 പുറപ്പെടൂ എന്നത് അല്പസമയം മുൻപ് മാത്രമാണ് റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഏതായാലും യാത്രക്കാർ ശ്രദ്ധിക്കുക. നഗരത്തിലെ വെള്ളക്കെട്ടിൽ പ്രതിഷേധിച്ച് കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിയെ പൂട്ടിയിട്ട് യുവമോർച്ച പ്രവർത്തകർ. വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ചാണ് പ്രതിഷേധം. എബിൻ ജോസ് വിവരങ്ങളുമായി. എബിൻ, പ്രതിഷേധം തുടരുകയാണോ? പോലീസൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ടല്ലോ. പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഈ നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു യുവമോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ
കോർപ്പറേഷൻ ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതിനുശേഷം കോർപ്പറേഷൻ ഓഫീസിനുള്ളിൽ കയറിയ പ്രവർത്തകർ പിന്നീട് സെക്രട്ടറിയെ റൂമിൽ അദ്ദേഹത്തിന്റെ മുറിയിലിട്ട് പൂട്ടുകയായിരുന്നു. പോലീസ് എത്തിയാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ നീക്കിയിട്ടുള്ളത്. അനുജ, കൊച്ചിയിലാണ് പ്രതിഷേധം നടക്കുന്നത്. വെള്ളക്കെട്ടിൽ പ്രതിഷേധിച്ച് കോർപ്പറേഷൻ സെക്രട്ടറിയെ പൂട്ടിയിട്ട് യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി. ഇപ്പോൾ പ്രതിഷേധക്കാരെ പോലീസ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന്റെ പരസ്യപ്രചാരണത്തിന് ഇന്ന് സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസി ഉൾപ്പെടെ 57 മണ്ഡലങ്ങൾ മറ്റന്നാൾ വിധിയെഴുതും. അതിനിടെ 3 ദിവസത്തെ ധ്യാനത്തിനായി പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ട് കന്യാകുമാരിയിലെത്തും. തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് യാത്ര. സുരക്ഷയ്ക്കായി 2000-ഓളം പോലീസുകാരെ കന്യാകുമാരിയിൽ വിന്യസിച്ചിട്ടുണ്ട്. VA ഗിരീഷ് വിവരങ്ങളുമായി. ഗിരീഷ്, അല്പസമയത്തിനകം പ്രധാനമന്ത്രി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലേ? എത്തരത്തിലേക്കാണ് സുരക്ഷ? അനുജ, ഏതാണ്ട് 4:35 പ്രധാനമന്ത്രി കന്യാകുമാരി ഹെലിപ്പാഡിൽ എത്തും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ അനുസരിച്ച് ഇപ്പോൾ മനസ്സിലാകുന്നത്. മാത്രമല്ല, ഉദ്യോഗസ്ഥരും കാലാവസ്ഥയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ റോഡ് മാർഗം കന്യാകുമാരിയിൽ എത്തുന്നതിനുള്ള മറ്റൊരു മാർഗം കൂടി സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സജ്ജീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലാകുന്നത് ഹെലികോപ്റ്റർ മാർഗം തന്നെ കന്യാകുമാരിയിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം 4:35 അദ്ദേഹം കന്യാകുമാരിയിലേക്ക് എത്തും. ഇതിനുശേഷം അദ്ദേഹം നേരെ പോകുന്നത് PWD ഗസ്റ്റ് ഹൌസിലേക്കാണ്. ഇതിനുശേഷം ഏതാണ്ട് 5 മണിയോടുകൂടി കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തും. ഇതിനുശേഷമാണ് വിവേകാനന്ദ പാറയിലേക്ക് അദ്ദേഹം പോവുക. വിവേകാനന്ദ പാറയിൽ ഏതാണ്ട് 5:30 അദ്ദേഹം ധ്യാനത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ധ്യാനത്തിനായി ഇരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ തെക്കേ ഇന്ത്യയിൽ വളരെ കൂടുതൽ പ്രചാരണത്തിന് ആദ്യം എത്തിയത് പ്രധാനമന്ത്രി തന്നെയായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ഘട്ടത്തിൽ, ഈ അവസാന ഘട്ടത്തിലും അദ്ദേഹം ധ്യാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ തെക്കേ മുനമ്പ ആണ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. വളരെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2000-ഓളം പോലീസുകാരെ കരയിലും അതോടൊപ്പം തന്നെ കടലിലുമായി വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ SPG ഈ വിവേകാനന്ദ പാറയുടെ പൂർണ്ണ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു. അവിടേക്കുള്ള സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ മുതൽ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തി. ഇന്നു മുതൽ ആരെയും ആ പ്രദേശത്തേക്ക് കടത്തിവിടുന്നില്ല. മാത്രമല്ല, ക്ഷേത്രത്തിലേക്കുള്ള ദർശനത്തിന് പോലും ചില നിയന്ത്രണങ്ങൾ ഇപ്പോൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ഇപ്പോൾ ദർശനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 12 മണിക്ക് ശേഷം ഈ പ്രദേശത്തുള്ള മറ്റുള്ളവരെ എല്ലാം തന്നെ, അത് മാധ്യമങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരെയും തന്നെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ കോസ്റ്റ് ഗാർഡ്, അതോടൊപ്പം തന്നെ നേവി എല്ലാവരും തന്നെ കടലിൽ ഒരു നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ വലിയ വിപുലമായ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ ധ്യാനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ സ്വാമി വിവേകാനന്ദൻ ഈ പാറയിൽ 3 ദിവസത്തെ ധ്യാനം ഇരുന്നിരുന്നു. ആ പ്രദേശത്ത് തന്നെയാണ്, ആ സ്ഥലത്ത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇപ്പോൾ ധ്യാനത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സംഘാടകരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ വിപുലമായ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ അവസാനഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിക്കുന്ന ദിവസം, ആ അവസാനിക്കുന്ന സമയത്തിന് ശേഷമാണ് അദ്ദേഹം ഇവിടെ ധ്യാനത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അതിനുശേഷം വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം വൈകുന്നേരമായിരിക്കും അദ്ദേഹം ഈ ധ്യാനമൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് പോവുക. ഏതാണ്ട് 3 ദിവസത്തെയാണ്, 48 മണിക്കൂർ ആണ് ഈ ധ്യാനത്തിനുള്ള സമയമായി നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും കന്യാകുമാരിയിൽ പൂർത്തിയായിട്ടുണ്ട്. അനുജ, പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഒരു 4:35 കന്യാകുമാരിയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് VA ഗിരീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. കന്യാകുമാരിയിൽ കനത്ത സുരക്ഷയാണ്, അവിടെ സന്ദർശകർക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാസപ്പടി വിവാദത്തിൽ ഷോൺ ജോർജിന് മറുപടിയുമായി ഡോക്ടർ TM തോമസ് ഐസക്. ദുബായിലെ എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനിയും വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസും രണ്ടും 2 കമ്പനികളാണ്. ഇരു കമ്പനികളുമായി ബന്ധമില്ലെന്നും ഡോക്ടർ TM തോമസ് ഐസക് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. കള്ളക്കഥയ്ക്ക് പിന്നിൽ ആരാണെന്നും
കുഴൽനാടൻ കേസിലേതുപോലെ ഇതിലും തീർപ്പുണ്ടാകണമെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഇന്നലെ തന്നെ ഈ കമ്പനി രണ്ടാണ് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. ഒന്ന് സൊല്യൂഷൻസ്, മറ്റൊന്ന് കൺസൾട്ടിംഗ്. അതായത് ഈ രണ്ട് കമ്പനികളും തമ്മിൽ ഒരു ബന്ധവുമില്ല, അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങൾ കഴമ്പില്ലാത്തതാണ് എന്ന തരത്തിലേക്ക്. ഇന്നിപ്പോൾ ഡോക്ടർ തോമസ് ഐസക് അതിൽ കൂടുതലായി വ്യക്തമാക്കുന്നത് എന്താണ്? അനുജ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഷോൺ ജോർജ് ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും തോമസ് ഐസക് തള്ളുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഷോൺ ജോർജിന് തോമസ് ഐസക് ഒരു മറുപടി നൽകിയിരിക്കുന്നത്. അതായത് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, വീണ വിജയന്റെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണ്. എന്നാൽ ഷോൺ ജോർജ് ആരോപിക്കുന്ന ദുബായിലെ ആ കമ്പനിയുടെ പേര് എക്സാലോജിക് കൺസൾട്ടിംഗ് എന്നതാണ്. അതായത് ഈ രണ്ട് കമ്പനിയും രണ്ടാണ് എന്നതാണ് തോമസ് ഐസക് പറയുന്ന കാര്യം. മറ്റൊന്ന്, ഈ ദുബായ് കമ്പനിക്ക് നിലവിൽ 5 കോർപ്പറേറ്റ് ഓഫീസുകളാണ് ഉള്ളത്. അതിൽ 3 UAE-യിലും 1 ലണ്ടനിലും മറ്റൊന്ന് ബാംഗ്ലൂരുമാണ്. ഈ ബാംഗ്ലൂരിലുള്ള കമ്പനിയുടെ പേര് എക്സാലോജിക്കോ സിസ്റ്റംസ് ആൻഡ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. അതായത് ഈ കമ്പനി തന്നെ തങ്ങൾക്ക് വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധമില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയുന്നത് പച്ചക്കള്ളമാണെന്നും ഈ കള്ളം ആര് മെനഞ്ഞെടുത്തതാണ് എന്നതുമാണ് തോമസ് ഐസക് ചോദിക്കുന്ന കാര്യം. ഈ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഈ കേസ് തള്ളരുത്, അതായത് ഒരു ഉപഹർജി നൽകിയിട്ടുണ്ട്, ഉപഹർജി തള്ളരുതെന്നും ഈ കേസ് തീർപ്പാക്കണം എന്നതുമാണ് തോമസ് ഐസക് പറയുന്ന കാര്യം. അതായത് ഈ മാസപ്പടി കേസിൽ നേരത്തെ മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളിയിരുന്നു. അതേപോലെ തന്നെ ഈ കേസിലും ഒരു തീർപ്പുണ്ടാക്കണം എന്നതാണ് കോടതിയോട് തനിക്കുള്ള അഭ്യർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടാണ് തോമസ് ഐസക് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഷോൺ ജോർജ് ഉന്നയിക്കുന്ന ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് വീണ വിജയന് പൂർണ്ണ പിന്തുണയാണ് നിലവിൽ തോമസ് ഐസക് നൽകിയിട്ടുള്ളത്. ഷോൺ ജോർജ് ഇന്നലെ ഉന്നയിച്ച ആരോപണത്തിനാണ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ മറുപടി. ഷോൺ ജോർജ് ഇന്നലെ ഉന്നയിച്ച കമ്പനിക്ക് വീണ വിജയന്റെ കമ്പനിയുമായി ഒരു ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. പാലക്കാട് കോങ്ങാട് വീട്ടമ്മയെയും സുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. അഴിയന്നൂർ സ്വദേശിയായ കുഞ്ഞലക്ഷ്മി, അയൽവാസി ദീപേഷ് എന്നിവരെയാണ് കൃഷിയിടത്തോട് ചേർന്നുള്ള ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, പോലീസ് കൂടുതലായി പുറത്തുവിട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഇന്നലെ രാത്രി മുതലാണ് ഈ വീട്ടമ്മയെ, കുഞ്ഞിലക്ഷ്മി എന്ന 38-കാരിയെ കാണാതായത്. അവരുടെ ബന്ധുക്കൾ ഇതേ തുടർന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരുടെ വീടിനോട് തന്നെ ചേർന്നിട്ടുള്ള ഒരു കൃഷിയിടത്തോട് ചേർന്ന ഷെഡിൽ ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. കുഞ്ഞിലക്ഷ്മിയുടെയും അതോടൊപ്പം തന്നെ അയൽവാസി ദീപേഷ് എന്നയാളുടെയും മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവരുടെ മൃതദേഹത്തിന് സമീപത്ത് നിന്നൊരു വിഷക്കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ ദുരൂഹതയില്ല എന്നുള്ളതാണ് പ്രാഥമികമായി കോങ്ങാട് പോലീസ് മനസ്സിലാക്കുന്നത്. ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നു, നല്ല സുഹൃത്തുക്കളായിരുന്നു. സമീപകാലത്ത് ഈ കുഞ്ഞിലക്ഷ്മിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട്, അവരുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും മറ്റും നിലനിൽക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇവരെ കാണാതാവുന്നു. ഇന്ന് രാവിലെ ഇരുവരുടെയും മൃതദേഹം ഈ കൃഷിയിടത്തിൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തത്. അനുജ, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കുണ്ടറ അഞ്ചാലമൂട് റോഡിൽ കാറിന് തീപിടിച്ചു. പെരിനാട് 5-ാം കുറ്റിക്ക് സമീപമാണ് സംഭവം. ആർക്കും പരുക്കില്ല. അരുൺ രാജ് വിവരങ്ങളുമായി. അരുൺ രാജ്, വിശദാംശങ്ങൾ. അനുജ, ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൊല്ലം അഞ്ചാലുമൂട് പെരുന്നാട് വയനശാലമുക്കിൽ കാറിന് തീപിടിച്ചത്. കാറിൽ നിന്നും പുക ഉയർന്നത് കണ്ട് വാഹനം നിർത്തി മെക്കാനിക്കിനെ വിളിച്ച ഉടനെയായിരുന്നു വാഹനത്തിൽ നിന്ന് തീ പടരുകയായിരുന്നു. അഞ്ചാലുമൂട് സ്വദേശിയുടേതാണ് കാറ്. ബേക്കറിയിലേക്ക് സാധനങ്ങളുമായി എത്തിയതാണ് കാറ് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കുണ്ടറിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ അണച്ചത്. കാറിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. ഇരുവർക്കും പരിക്കുകളില്ല. ശരി, കൊല്ലത്താണ് കാറിന് തീപിടിച്ചത്. ആർക്കും പരുക്കില്ല. ലൈംഗികാതിക്രമ കേസ് പ്രതി പ്രജ്വൽ രേവണ്ണ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട ടിക്കറ്റ് വ്യാജം. ടിക്കറ്റിലെ വിവരങ്ങൾ പലതും തെറ്റാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ടിക്കറ്റിൽ നൽകിയിരിക്കുന്ന മേൽവിലാസവും വ്യാജമാണ്. അരുൺ